വലസൗഫ യർലാ. അവിടെ ശ്രദ്ധിക്കാനുള്ളത് വമാലി അഹദിൻ എന്നിടത്ത് ആ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഉച്ചരിക്കണം. പിന്നെ രണ്ടാമത് ഇൻദഹു, ആ നൂനിന് എന്ത് ചെയ്യണം, നൂനിനെ പിന്നെ യഫ്ആൽ ചെയ്യണം, നൂനിനെ യഫ്ആൽ ചെയ്യണം. ഇൻദഹു. പിന്നെ രണ്ടാമത്തത് ആ മിൻ എന്നുള്ള നൂനിനെ എന്ത് ചെയ്യണം, അടുത്ത നൂനിലേക്ക് എന്ത് ചെയ്യണം, ഇദ്ഗാം ചെയ്യണം. അപ്പം എങ്ങനെ, മിൻ നിഅമത്തിൻ, തിൻ എന്നുള്ള ആ പിന്നെ കസ്ർ തൻവീനെ തായിൽ പിന്നെ ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ എങ്ങനെ ഓതണം, നിഅമത്തിൻ തുജ്സ, നിഅമത്തിൻ തുജ്സ. പിന്നെ ഇല്ല ഇബ്തിഗ, അവിടെ ഇല്ല ഇബ്തിഗ എന്ന് ഓതാൻ പാടില്ല എന്നാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ള അലിഫും ശേഷം വരുന്ന അലിഫും രണ്ടും സുക്കൂനുള്ളതാണ്. അപ്പം സുക്കൂനുള്ളതാകുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, രണ്ടിനും ഉച്ചരിക്കാൻ പാടില്ല. അപ്പം ഇല്ല കഴിഞ്ഞിട്ട് ഒറ്റ ചാട്ടം ബായിലേക്ക്, ഇല്ലബ്, ഇല്ലബ്തിഗ, ഇല്ലബ്തിഗ. എന്ത് ചെയ്യണം, നീട്ടണം. കാരണം അതിൻ്റെ ശേഷം വരുന്നത് ഹംസയാണ്. അപ്പം ഓതേണ്ടത് ഇല്ലബ്തിഗ. പിന്നെ വജിഹി റബ്ബിഹിൽ അഅല, അവിടെ റബ്ബിഹി കഴിഞ്ഞിട്ട് ലാമിലേക്ക് ചാടുക, റബ്ബി വജിഹി റബ്ബിഹിൽ അഅല. അവിടെ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, കാരണം വസിലിൻ്റെ അംശയാണ്. അഅലയിൽ ഉച്ചരിക്കണം, കാരണം കത്തയിൻ്റെ അംശ, പിന്നെ കത്തയിൻ്റെ അംശയാണ്, ആദ്യത്തെ വസിലിൻ്റെ അംശയാണ്. പിന്നെ വലസൗഫ യർലാ. ആ മൂന്നായത്തുകൂടി എല്ലാവരും കൂടി ഒന്ന് ഓതി വയ്ക്കാനും. വമാലി അഹദിൻ. തജ്വീദ് എന്തെങ്കിലും ഡൗട്ട്? നാർത്ഥം പറഞ്ഞോളി. വമാലി അഹദിൻ, എന്താ, ഒരാൾക്കും തന്നെ ഇല്ല, ഇൻദഹു അവൻ്റെ അടുക്കൽ, മിൻ നിഅമത്തിൻ ഒരു അനുഗ്രഹവും തന്നെ ഇല്ല, തുജ്സ പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായ ഒരു അനുഗ്രഹവും അവൻ്റെ അടുക്കൽ ഒരാൾക്കും തന്നെ ഇല്ല. ഇല്ലബ്തിഗാ ആഗ്രഹിച്ചു കൊണ്ടല്ലാതെ, വജിഹി റബ്ബിഹി തൻ്റെ രക്ഷിതാവിൻ്റെ പ്രീതി, അൽ അഅല അത്യുന്നതനായ രക്ഷിതാവിൻ്റെ പ്രീതി ആഗ്രഹിച്ചു കൊണ്ടല്ലാതെ അവൻ്റെ അടുക്കൽ പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായ ഒരു അനുഗ്രഹവും തന്നെ ഇല്ല. വലസൗഫ യർള വഴിയെ അവൻ തൃപ്തിപ്പെട്ടുകൊള്ളും. എന്താ ആയത്തിൽ പറയണേ? വമാലി അഹദിൻ, അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഒരാൾക്കും തന്നെ ഇല്ല. ഇൻദഹു എന്ന് പറഞ്ഞാലോ, മാ എന്ന് പറഞ്ഞാൽ ഇല്ല, എന്താന്ന് പറഞ്ഞാൽ മാ ഇല്ല എന്നുള്ള അർത്ഥം. ഇൻദഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുക്കൽ. ആരുടെ അടുക്കൽ? ആരുടെ അടുക്കൽ? രണ്ട് തഫ്സീറാണ് മുഫസ്സിറുകൾ അതിന് നൽകുന്നത്. ആ ഹു എന്നുള്ള ദമീർ രണ്ട് സ്ഥലത്തേക്കും മടക്കിക്കൊണ്ടുള്ള തഫ്സീർ നൽകിയതായി കാണാം. ഒന്ന്, ആ പിന്നെ പ്രോണൗൺ ലമീർ എന്നാണ് അതിന് അറബി പറയാ, അതിന് സർവനാമം എന്നാണ് ഇംഗ്ലീഷിൽ പറയാ, അല്ല മലയാളത്തിൽ പറയാ, ഇംഗ്ലീഷിൽ എന്താ പറയാ, പ്രോണൗൺ അല്ലേ. ഹു എന്നുള്ള ആ ലമീർ, അത് ആ ഹു ആരാണ്? ഒന്ന് വമാലി അഹദിൻ ഇൻദഹു, ഒരർത്ഥം അവൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാൾക്കും തന്നെ ഒരു അനുഗ്രഹവും പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായിട്ട് ഇല്ല. അപ്പോൾ രണ്ടാമത്തെ അർത്ഥം
വമാലി അഹദിൻ ഇൻദഹു, അബൂബക്കർ റളിയല്ലാഹു ഏറ്റവും അത്തുക്കയായ ആള് എന്ത് ചെയ്യും? വസയുജന്നബുഹൽ അത്തുക്ക. അതാണല്ലോ നമ്മളെ വിഷയം അല്ലേ? അതിന് മുമ്പ് എന്താ പറഞ്ഞത്? വസയുജന്നബുഹൽ അത്തുക്ക, ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്ന ആളെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തും എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും മുത്തക്കിയായ ആ മനുഷ്യൻ്റെ അടുക്കലില്ല. ഉദ്ദേശിക്കുന്നത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ആ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാര്യത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്ന് മുഫസ്സിറുകൾ പറയുന്നത് കാണാൻ സാധിക്കും. എന്താണ് ഈ ആയത്ത് അവതരിപ്പിക്കാനുള്ള ഏതു? ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹുവിൻ്റെ അരികിലൂടെ അങ്ങനെ നടന്നു പോയി. ആ ബിലാലിൻ്റെ അടുത്ത് ആരുണ്ട്? ബിലാൽ ഒരു അടിമയാണ്, ഒരു നീഗ്രോ അടിമയാണ്. അപ്പോൾ അയാളുടെ അടുത്ത് അയാളുടെ യജമാനനായ ഉമയ്യത്ത് ബിൻ ഖലഫും അവിടെ ഉണ്ട്. ആ ഉമയ്യത്ത് ബിൻ ഖലഫ് ബിലാൽ പിന്നെ ബാങ്ക് കൊടുക്കുന്നത് കൊണ്ടും മുസ്ലിം ആയത് കൊണ്ടും ആ യജമാനനായ ഉമയ്യത്ത് ബിൻ ഖലഫ് എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യും? ഇയാളെ ഉപദ്രവിച്ച് പീഡിപ്പിച്ചു കൊണ്ടേ ഇരിക്കും. അങ്ങനെ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീന് ഉപേക്ഷിക്കുന്നത് വരെ ഞാൻ നിന്നെ മർദ്ദിച്ചു കൊണ്ടിരിക്കും എന്ന് ഉമയ്യത്ത് ഇങ്ങനെ പറയും ചെയ്യും. അങ്ങനെ ആ പീഡനത്തിൻ്റെ ആധിക്യം കാരണം, അതിൻ്റെ പിന്നെ കാഠിന്യം കാരണം ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹു ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ ആ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കുണ്ട് അഹദ് അഹദ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ഏകനാണ് എന്ന അഹദ് എന്നുള്ള വാക്ക് മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ഒരാൾ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ആയതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ഞാൻ പീഡിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുകയുണ്ടായിരുന്ന അപ്പോൾ ആ പിന്നെ യജമാനനായ ഉമയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞു, എന്നാ അബൂബക്കർ ഇനി അങ്ങോട്ട് വാങ്ങിക്കോ, എനിക്ക് വേണമെന്നില്ല, കാശെടുത്ത് വാങ്ങിക്കോ. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് പണം നൽകിക്കൊണ്ട് ആ പിന്നെ ബിലാൽ റളിയല്ലാഹുവിനെ വാങ്ങുകയും എന്നിട്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു. അപ്പം മോചിപ്പിച്ചപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, എന്തോ ഒരു ഉപകാരം, ഒരു പ്രത്യുപകാരം കാക്ഷിച്ചു കൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ബിലാലിനെ എന്ത് ചെയ്തത്? പിന്നെ മോചനം നൽകിയിട്ടുള്ളത്, അടിമത്തത്തിൽ നിന്ന് മോചനം നൽകിയിട്ടുള്ളത് എന്ന് ആളുകൾ പറയാൻ തുടങ്ങിയ ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്നതാണ് മുഫസ്സിറുകൾ എല്ലാവരും പറയുന്നത്. അപ്പം വമാലി ആ അർത്ഥത്തിൽ വമാലി അഹദിൻ ഇൻദഹു, ഒരാൾക്കും തന്നെ ഇല്ല. ഇൻദഹു എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരാൾക്കും തന്നെ ഇല്ല. മിൻ നിഅമത്തിൻ, അയാൾ ചെയ്യുന്ന ഒരു അനുഗ്രഹവും തന്നെ തുജ്സ, പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായില്ല. എന്താ ഈ പ്രത്യുപകാരം നൽകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം മനസ്സിലായോ? എന്താ ഈ പ്രത്യുപകാരം? ഉദാഹരണമായിട്ട് ഇയാളെ മോളെ കല്യാണമുണ്ട്. അപ്പം ഞാൻ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് ഒരു സമ്മാനം അയാൾക്കട് കൊടുത്തു. എൻ്റെ പിന്നെ ആഗ്രഹം എന്താ? എൻ്റെ വീട് കുടിക്കൽ അടുത്ത മാസം വരാൻ പോവാ. അപ്പം അതിനേക്കാൾ വലുത് എന്ത് ചെയ്യും? അയാൾ എനിക്ക് തരും. ഇതാണ് പ്രത്യുപകാരം എന്ന് പറയും. ഞങ്ങൾക്ക് ഹദിയത്ത് തന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം തന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തന്നു, ഞങ്ങളെടുത്തുനിന്ന് എന്ത് കൊതിക്കണുണ്ട് പറയൂല. എന്ത് കൊതിക്കണ്ട്? അതിനേക്കാൾ വലുത് എനിക്ക് കിട്ടണം. ഈ സംഗതിക്കാണ് ഈ പ്രത്യുപകാരം. നമ്മളൊക്കെ ഹദിയ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതും മറ്റെന്തോ കാക്ഷിച്ചു കൊണ്ടാണ്, മറ്റൊരു ഉപകാരം അതിനേക്കാൾ വലുത് കൊതിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ എന്ത് ചെയ്യണത്? പിന്നെ ആ ദാനം നൽകണേ. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരർത്ഥം ഈ രൂപത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. റഹ്മാനായ റബ്ബ് മനുഷ്യർക്കൊക്കെ കോടാനുകോടി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ നൽകിയത് അള്ളാഹ്ക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടണം എന്നുള്ള ഇതുകൊണ്ടാണോ? അല്ല. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ, ഒരർത്ഥം അത്. രണ്ടാമത്തത്, മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിനെ പോലുള്ള ഏറ്റവും ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന അത്തുക്കയായ മനുഷ്യന്മാർ, ഏറ്റവും മുത്തക്കിയായ മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർ ചെയ്യണ ഒരു അനുഗ്രഹം, ഏതെങ്കിലും ഒരു കാര്യം, ഒരു അമലു സാലിയാത്ത് അവരെന്ത് ചെയ്യണില്ല?
അതിന് പ്രത്യുപകാരം കാക്ഷിച്ചു കൊണ്ടല്ല അവർ ചെയ്യണത് എന്നതാണ് വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തിനാ അവർ ചെയ്യണത്? അതാണ് ഇല്ലബ്തിഗാ. എന്തിനാപ്പം അവരിങ്ങനെ പിന്നെ ഈ അമല സ്വാലിയാത്തും ഈ അനുഗ്രഹമൊക്കെ മറ്റുള്ളവർക്ക് നൽകേണ്ടത്? ഇപ്പം മഹാനായ അബൂബക്കർ എന്തിന് ബിലാലിനെ മോചിപ്പിച്ചു? ആവും സ്വന്തം കാശ് കൊടുത്തുകൊണ്ട്. എന്താ അയാൾക്ക് കൊണ്ട് കിട്ടാനുള്ളത്? അവിടെയാണ് ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല, അത്യുന്നതനായ റബ്ബിൻ്റെ ആ പ്രീതി, റബ്ബിൻ്റെ കൂലി ആഗ്രഹിച്ചു കൊണ്ട് മാത്രമാണ് അവരെന്ത് ചെയ്യണത്? ആ പിന്നെ ദാനം നൽകണത് എന്നുള്ള. വിശുദ്ധ ഖുർആൻ ഇത് പലയിടങ്ങളിലായി വിശദീകരിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ എന്തൊരു കാര്യം ചെലവഴിക്കുമ്പോഴും എന്തു വേണം? നമുക്കുണ്ടാവേണ്ടത് നിയ്യത്ത് എന്ന് പറയുന്നത് അയാളെത്തുന്നത്തേം തിരിച്ചിട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും കൊടുക്കണ്ട. എന്തു ചെയ്യണം? നമ്മളെപ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും റബ്ബിൻ്റെ പ്രീതിയായിരിക്കണം. ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിൽ അഅല. ഏറ്റവും നമുക്ക് മുന്നിലുണ്ടാവേണ്ടത് റബ്ബിൻ്റെ പ്രീതിയായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം ഇന്ന് ആളുകൾ ചിലപ്പോൾ വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കും അല്ലേ? ചില സംഘടനകളൊക്കെ, രാഷ്ട്രീയ സംഘടനകളും എല്ലാ സംഘടനകളും വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കും. വീട് എന്തിനാണ് ഉണ്ടാക്കി കൊടുക്കണം? അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടാവും. നമ്മളെ പാർട്ടിക്ക് വോട്ട് ചെയ്യണം കേട്ടോ, അതിനങ്ങൾക്ക് വീടുണ്ടാക്കിയത്. അവിടെ പോയി ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിൽ അഅല. ഏത് പാർട്ടി ആവട്ടെ, എൻ്റെ ഉത്തരവാദിത്തമാണ്. അയാൾ ഇന്ന പാർട്ടി എന്നല്ല. അയാൾ പച്ചപ്പാവാണോ? അയാൾ മിസ്കീനാണോ? അയാൾ എൻ്റെ ദാനത്തിന്, എൻ്റെ സക്കാത്തിന്, എൻ്റെ സദക്കക്ക് അയാൾ അർഹനാണോ? അല്ലെങ്കിൽ ഞാൻ സേവനം ചെയ്യേണ്ട ആൾ അയാൾ അർഹനാണോ? അത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് എവിടുന്ന് കിട്ടും? ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിൽ അഅല. ഇതാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. അത്തരക്കാർക്കാണ് പരലോകത്ത് എന്തുണ്ടാവുള്ളൂ? ചെയ്ത പണിക്ക് കൂലിയിട്ടുള്ളൂ. മറ്റതൊക്കെ എന്താവും? ധൂളിയായി പോകും എന്നുള്ളതാണ്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളുടെ ഉപമ വിശുദ്ധ ഖുർആൻ പറയുന്നത് കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണി പോലെയാണ്. അമ്പത്തത്ത് സബ്അ സനാബില, ഒരു ധാന്യമണി കുഴിച്ചിട്ട് അതിന് 7 കതിരുകളുണ്ടായി. ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ, ഓരോ കതിരിലും എഴുതുന്നുണ്ട് 700 ധാന്യമണി. വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് ഇരട്ടി ഇരട്ടിയായി കൊടുക്കും. അതേപോലെ അങ്ങനെ കൊടുക്കാൻ കഴിവുള്ളവനാണ്, പിന്നെ വിശാലമായ കഴിവുള്ളവനാണ് ആര്? അള്ളാഹു. എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. അപ്പോൾ അള്ളാഹു താല സമ്പത്ത് ചെലവഴിക്കേണ്ട ഒരു രംഗം ഒരു ഉപമയിലൂടെ വിവരിക്കുകയാണ് അല്ലേ? നമ്മളിപ്പോൾ ചെറിയൊരു ദാനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്ക് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കത് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എത്ര ഇരട്ടിയാന്ന് അറിയാൻ പറ്റൂല. അത്രങ്ങാനും 70,000 70,000 ഒക്കെ ഇരട്ടിയായിട്ട് അതിൻ്റെ പ്രതിഫലം നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ആ സംഭവം. ആ ആയത്ത് നമ്മെ പഠിപ്പിക്കും. മഹാനായ പിന്നെ ഇബ്നു കസീർ റഹ്മഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്ന കാണാം, ഹാദാ മസലുൻ ദറബഹുല്ലാ, അല്ല പറഞ്ഞിട്ടുള്ള ഒരു ഉപമയാണിത്. എന്തിനാ അത് പറഞ്ഞത്? ലിത്തളഈഫി സവാബി ലിമൻ അൻഫഖ ഫീ സബീലി വബ്തിഗാ മർളാത്തി. അള്ളാഹുവിൻ്റെ പ്രീതി കൊതിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രീതി കൊതിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി ലഭിക്കും എന്നതിന് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരു ഉപമയാണ് ഈ ആയത്ത് എന്ന് അല്ലാമ ഇബ്നു കസീർ റഹ്മഹുല്ലാ വിവരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ മറ്റൊരായത്ത് കാണാം, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഇബ്തിഗാ മർളാത്തില്ലാ. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നവരാരോ അവരുടെ ഉപമ വതസ്ബീതം മിൻ അൻഫുസിഹിം, അവരുടെ മനസ്സിൽ സത്യവിശ്വാസം ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം ചെലവഴിക്കേണ്ടത്. അപ്പോൾ റബ്ബിൻ്റെ പ്രീതി വേണം, അതോടൊപ്പം സത്യവിശ്വാസം ഉറപ്പിച്ചുകൊണ്ടും ചെലവഴിക്കുന്നവർ കമസലി ജന്നത്തിൻ ബിറബ്വ, ഒരു ഉയർന്ന കുന്നും പുറത്ത് പിന്നെ ഉള്ള തോട്ടം പോലെയാണ്. അസ്വാബഹ വാബിലുൻ, അതിനെന്ത് ചെയ്തു? ഒരു കനത്ത മഴയാട് കിട്ടി. ഫാത്തൂക്കുലഹാദിഫേൻ, അപ്പോൾ അതിൻ്റെ കായ്ക്കനികൾ എന്ത് ചെയ്തു? ഇരട്ടിയായി വരും. എന്തിനാണ് ഉയർന്ന പ്രദേശം റബ്ബുവത്ത് അല്ലാഹു തആല പറഞ്ഞത്? ഈ തെങ്ങും അതേപോലുള്ള പിന്നെ മാവും കായ്ക്കനികളും എവിടെ അധികം ഉണ്ടാവുക? നന്നായി പിന്നെ കായകൾ ഉണ്ടാവുക ഇവിടെ പിന്നെ ഉള്ളോട്ടുള്ള സ്ഥലത്തല്ല ഉണ്ടാവുക. എന്താ ഉണ്ടാവുക?
കാറ്റും വെയിലും ഒക്കെ കൊള്ളുന്ന ഉയർന്ന സ്ഥലത്താണ് എന്തുണ്ടാവുക, നല്ല വിളവുണ്ടാവുക. ആലോചിച്ചൊക്കെ നിങ്ങൾ തേങ്ങ കൃഷി എവിടെയെങ്കിലും അടിയിൽ കൊണ്ടുപോയിട്ടുണ്ടായ അത്ര അധികം കായ് ഉണ്ടാവില്ല. എന്നാൽ ഉയർന്ന സ്ഥലത്ത് കാറ്റൊക്കെ കൊള്ളണ, വെയിലൊക്കെ കൊള്ളണ, വെള്ളം കിട്ടണ അത്തരം സ്ഥലത്ത് ഉണ്ടാക്കിയാൽ എന്തുണ്ടാവും, കായ്ക്കനികൾ ഇരട്ടിയായിട്ടുണ്ടാവും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പിന്നെ റബ്ബുവത്ത് എന്ന് പറഞ്ഞ, അപ്പോൾ ആ സ്ഥലത്ത് ആ കാറ്റൊക്കെ കിട്ടിയാൽ തന്നെ അത് വളരും. പിന്നെ മഴവെള്ളം അതും കിട്ടി, നല്ലൊരു മഴയും കിട്ടിയാലോ അതിനേക്കാൾ അത് കായ്ക്കനികൾ തരും. ഇനി അതൊന്നും കിട്ടിയില്ല, അള്ളാഹ് പറയാം ഫഇല്ലം യുസിബ്ഹാ ബാബിലും, ഒരു കനത്ത മഴ അതിന് കിട്ടിയിട്ടില്ലെങ്കിലും ഫതല്ലുൻ, ഒരു ചാറ്റൽ മഴയാണ് കിട്ടിയതെങ്കിൽ അപ്പോഴും എന്തുണ്ടാവും, അതിൻ്റെ കായ്ക്കനികൾ അത് നൽകുന്ന. ഇതേപോലെയാണ് ചെലവഴിക്കുന്നവരുടെ. എന്തിനാ അപ്പം റബ്ബ് തമ്പുരാൻ ഒരു കനത്ത മഴ കിട്ടിയ ഉയർന്ന സ്ഥലത്തുള്ള ഒരു തോട്ടത്തോടും ഇനി ആ കനത്ത മഴ കിട്ടാത്ത ഒരു ചാറ്റൽ മഴ കിട്ടിയ തോട്ടത്തോടും അള്ളാഹു തആല ഉപമിച്ചത് നമ്മുടെ മനസ്സിലെ നിയ്യത്തനുസരിച്ച് അതിൻ്റെ ആ തോട്ടം തരുന്ന കായ്ക്കനികളെപ്പോലെ നാളെ സ്വർഗ്ഗലോകത്തിലുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് എന്തുണ്ടാവും, പ്രതിഫലം ലഭിക്കും എന്നതാണ് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ അള്ളാഹു തആല പറയാം വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ യുവഫ ഇലൈക്കും, നിങ്ങൾ എന്താണോ ചെലവഴിക്കുന്നത് അത് പരിപൂർണമായിട്ട് അള്ളാഹു തആല അതിൻ്റെ പ്രതിഫലം നൽകും. വ അൻതും ലാ തുല്ലമൂൻ, ഒരു അണുമണി തൂക്കം പോലും നിങ്ങളോട് അള്ളാഹു തആല അനീതി പ്രവർത്തിക്കൂല എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് ചെലവഴിച്ച് അതിന് വ്യക്തമായി പിന്നെ ഉള്ള പ്രതിഫലം അള്ളാഹു നൽകും എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ ചെലവഴിക്കുമ്പോൾ ഉണ്ടാവേണ്ട മറ്റൊരു സ്വഭാവം അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ, പകലുകൾ തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നവരാരോ അവർ സിർറൻ വ അലാനിയത്തൻ. ആദ്യം പറഞ്ഞത് അല്ലാഹു തആല രഹസ്യമായിട്ടാണ്, പിന്നെ പറയുന്നതോ പരസ്യമായിട്ട്. അപ്പം രഹസ്യമായും പരസ്യമായും തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നവരാരോ അവർ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ രക്ഷിതാവിൻ്റെ അടുക്ക് അവരുടെ പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് എന്തില്ല, ഭാവിയിൽ ഭയപ്പെടേണ്ടതില്ല, കഴിഞ്ഞുപോയ ഒരു കാര്യത്തിൽ ദുഃഖിക്കേണ്ടതുമില്ല എന്ന് അല്ലാഹു തആല അവിടെയും പറയുന്നുണ്ട്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തുകളുടെയൊക്കെ തഫ്സീറിൽ പറയുന്നത് കാണാം. ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് അള്ളാഹു പ്രശംസിച്ച് പറയുന്ന ആയത്തുകളാണ്. ചെലവഴിച്ചാൽ മാത്രം പോരാ, അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഏത് സമയത്തും ചെലവഴിക്കണ സമയത്തൊക്കെ റബ്ബിൻ്റെ പ്രവൃത്തി, അതാണ് ഇബ്തിഗാ വജ്ഹില്ല എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന്. മാത്രമല്ല അള്ളാഹ് ഈ ആയത്ത് പറഞ്ഞ രഹസ്യമായി ചെലവഴിക്കുക എന്നുള്ളത് ഒന്നാമത് പറഞ്ഞു. രണ്ടാമതാണ് പരസ്യം പറഞ്ഞത്. അപ്പം രഹസ്യമായി ചെലവഴിക്കണ ആ ഇതെന്തുണ്ടാവും, ഗോപ്യമായിട്ട് നമ്മൾ സംഗതി ചെലവഴിച്ചാൽ എന്തെങ്കിലും റബ്ബിന് നമ്മോടൊരു കോപ്പുണ്ടെങ്കിൽ ആ കോപ്പത്തെ അത് കെടുത്തിക്കളയുന്ന, അല്ലേ? റബ്ബ് നമുക്ക് എന്തെങ്കിലും ഒരു അനിഷ്ടം അള്ളാഹുവിന് നമ്മോടുണ്ടെങ്കിൽ ആ അനിഷ്ടത്തെ കെടുത്തിക്കളയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് രഹസ്യമായി ചെയ്യണ സദക്ക എന്നുള്ളത്. അതിൽ പെട്ടതാണ് കുടുംബബന്ധം പുലർത്തുക എന്നുള്ളത്. ബന്ധം പുലർത്തിയ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആയുസ് വർദ്ധിക്കുക മാത്രമല്ല, റബ്ബിൻ്റെ കോപം ഇല്ലാതാവാൻ അത് കാരണമാകുന്ന, പിന്നെ ആയുസ് വർദ്ധിക്കാൻ അത് കാരണമാകുന്ന, പിന്നെ സദക്ക എന്ന് പറയുമ്പോൾ എല്ലാ നന്മയും കുല്ലു മഅറൂഫിൻ സദക്ക എന്നാ. എല്ലാ നന്മയും നമ്മൾ ചെയ്യണ വെറും ഒരു സമ്പത്ത് മാത്രമല്ല സദക്ക. അത് ഞങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതിൻ്റെ മുമ്പത്തെ നമ്മളിപ്പോൾ ചെയ്യണ പിന്നെ ഒരു കാശ് കൊണ്ടുപോയി കൊടുക്കണ മാത്രമല്ല സദക്ക എന്ന് പറയുന്നത്. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റണ പുണ്യം, അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യം ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ സദക്കയാണ് എന്നതാണ് അവിടെ പറയും. ഇനി ഒരാളോട് നന്മ കൽപ്പിച്ചാൽ അത് സദക്കയാണ്, ഒരാളോട് തിന്മ വിരോധിച്ചാൽ അത് സദക്കയാണ്. അതൊക്കെ ഏതിൽ പെടും? പിന്നെ പരലോകത്ത് പ്രീതി ലഭിക്കുന്ന ആ സദക്കകളുടെ കൂട്ടത്തിൽ അത് പെടും എന്നുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യണ ഒരു തിന്മ അത് ലോകത്താർക്കും അറിയാൻ കഴിയില്ല, എന്നാൽ അറിയണവരാരുണ്ട്, അള്ളാഹ്ക്ക് മാത്രമല്ലാതെ പിന്നെ അതറിയില്ല എന്ന്. ആ രൂപത്തിലുള്ള തിന്മകളുണ്ടാവും. ആ തിന്മകളൊക്കെ കഴുകിക്കളയാൻ ഈ സദക്കകൾക്ക് സാധിക്കുന്ന, അല്ലേ? മാത്രമല്ല നമ്മൾ ചെയ്യുന്ന നന്മകളും അതേപോലെ സദക്കകളുമൊക്കെയാണ് നമുക്ക് ദുനിയാവിൽ തന്നെ അല്ലാഹു തആല ആശ്വാസം നൽകാനും നമ്മൾ അകപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ പിന്നെ അകറ്റി നിർത്താനും അതിനൊക്കെ രക്ഷപ്പെടുത്താനും ആശ്വാസം നൽകാനുമൊക്കെ നമ്മൾ ചെയ്യുന്ന നന്മകളും സദക്കകളും ഒക്കെയാണ് കാരണമാകുക. ഹദീസിൽ സുദീർഘമായ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസ്,
മൂന്നാളുകൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ രാത്രിയായപ്പോൾ അവർ ഒരു ഗുഹയിലേക്ക് അഭയം പ്രാപിച്ചു അല്ലേ. അങ്ങനെ മഴ വർഷിച്ചപ്പോൾ ആ ഗുഹാമുഖത്ത് വലിയ പാറക്കല്ല് വന്ന് മലയിൽ നിന്ന് വീണു. ആ ഗുഹാമുഖം അടഞ്ഞു. വലിയ ഹദീസാണ്. അപ്പോൾ അവർ എല്ലാവരും കൂടി തീരുമാനിക്കുകയാണെന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ നേരത്തെ ചെയ്ത നന്മകളും സദഖകളുമല്ലാതെ അമലുസ്വാലിഹാത്തല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അങ്ങനെ ഓരോരുത്തരും അവനവൻ ചെയ്ത അമലുസ്വാലിഹാത്ത് എടുത്തു പറഞ്ഞുകൊണ്ട് അത് വസീലയാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന രംഗം പറയുന്നുണ്ട് അല്ലേ. ഒരാളെന്തായിരുന്നു, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. ആ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണത് പടച്ചോനെ വജിഹില്ല, നിന്റെ റബ്ബിൻ്റെ പടച്ചോനെ നിന്റെ വജിഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ നന്മ ചെയ്ത്. നേരം പുലരോളം ഞാൻ ഭക്ഷണം കഴിക്കാതെ, എൻ്റെ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ, എൻ്റെ മാതാപിതാക്കൾ ഭക്ഷണം കഴിപ്പിച്ചിട്ട് വേണം എൻ്റെ മക്കളെ ഭക്ഷണം കഴിപ്പിക്കാനും എനിക്ക് ഭക്ഷണം കഴിക്കാനും അവർ ഉണരുന്നത് വരെ ഞാൻ ഉറങ്ങാതെ ആ മാതാപിതാക്കളുടെ അരികെ ഞാൻ ഇരുന്നതുമൊക്കെ പടച്ചോനെ നിന്റെ നിന്റെ വജഹ് ഉദ്ദേശിച്ചാണ്, പ്രീതി ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കല്ല് എന്ത് ചെയ്യാണ്, അല്പം നീങ്ങുകയാണ്. അല്പം ആശ്വാസം കിട്ടി. രണ്ടാമത്തെ പിന്നെന്താണ്, എല്ലാ തെറ്റും ചെയ്യാനുള്ള സുന്ദരിയായ ഒരു പിതൃവ്യൻ്റെ മോളെ ആ തെറ്റ് ചെയ്യാൻ വേണ്ട സമയത്ത് അവൾ പറയാണെന്ത്, ഇത്തക്കില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ തെറ്റിനെല്ലാ സൗകര്യം കിട്ടി ആ തെറ്റ് ചെയ്യാതെ പിന്മാറുകയാണ് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്. ഇങ്ങനെ അത് പടച്ചവനെ എനിക്കറിയാം എൻ്റെ മനസ്സ് നിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യാതെ പോകുന്നത്. അതും ഒരു നന്മയാണ്. ഒരു തെറ്റ് ചെയ്യാൻ ഒക്കെ അവസരം ഇങ്ങനെ ഉണ്ടായിട്ട് നമ്മളത് ചെയ്യാതിരിക്കുക, എന്തുകൊണ്ട് റബ്ബിനെ പേടിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു നന്മയാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരാൾ ഒരു മാർക്കറ്റിലോ ഒരു ഇതിലൊക്കെ നമ്മൾ തന്നെ അതിൻ്റെ കാഷ്യറും അക്കൗണ്ടൻറ്റും ഒക്കെ നമ്മൾ തന്നെ അടാക്കി. ഞാൻ ഇപ്പോൾ എന്ത് എഴുതിയാലും ആർക്കും അറിയില്ല, സ്പോൺസർക്ക് അറിയില്ല, എന്താ കഫീലിന് അറിയില്ല, ഞാനിപ്പോൾ എത്ര എടുത്തു അത് ശരിയായിരിക്കും എന്ന് വിചാരിക്കും അല്ലേ, ഇത്ര ഞാൻ തട്ടിയിട്ടുണ്ടാവും, അതൊന്നും ആർക്കും അറിയില്ല. പക്ഷേ ഇയാൾ തട്ടാതെ ഒന്നും എടുക്കാതെ റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ശരിയായി ആ ജോലി ചെയ്യണതെങ്കിൽ അവസരമുണ്ട് തെറ്റ് ചെയ്യാൻ, ആ തെറ്റിനുള്ള എല്ലാ ഇതും അവിടെ ഉണ്ട്. പക്ഷേ അത് ചെയ്യാതിരിക്കണമെങ്കിൽ അതും ഒരു നന്മയാണ്. അതെടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. പിന്നെ മൂന്നാമത് ഒരുപാട് കൂലിക്കാരെ തൊഴിലാളികളെ വിളിച്ചു, എല്ലാവർക്കും കൂലി കൊടുത്തു. ഒരാൾ മാത്രം കൂലി വാങ്ങാൻ വന്നില്ല. അയാളുടെ കൂലി കൊണ്ട് ഇയാൾ ഈ ഓണർ എന്ത് ചെയ്തു, ആ കൂലിക്ക് വിളിച്ച ആൾ എന്ത് ചെയ്തു, ഒരു നാക്കാലികളൊക്കെ വാങ്ങി. കുറേ കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂലി എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ട് അയാൾ വന്നു. തിരിച്ചു വന്നപ്പോൾ ആ കാണുന്നതൊക്കെ എൻ്റെ കൂലിയാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അങ്ങനെ അയാൾ അത്ഭുതപ്പെട്ടു പോയി. ഇതൊന്നും എൻ്റെതല്ലല്ലോ, ഇതിലേതാണ് എൻ്റെത്, എൻ്റെ കൂലി ഏതാണ്, ഏത് നാക്കാലിയാണ് എന്ന് അയാൾ ചോദിക്കേണ്ടെന്ന്. അപ്പം മുഴുവൻ നിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ നാക്കാലികളെ മുഴുവൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആലോചിച്ചു, അയാൾ പറയാം, പടച്ചോനെ ഞാൻ ഈ ചെയ്തത് റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ ഞങ്ങളിപ്പോൾ അകപ്പെട്ട ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ആശ്വാസം നൽകും. അങ്ങനെ മൂന്നാളുടെയും പ്രാർത്ഥനയുടെ ഫലമായി അവനവൻ ചെയ്ത അമലുസ്വാലിഹാത്ത് സദഖയുടെയും ഒക്കെ കാരണമായി എന്ത് ചെയ്തു, ആ പ്രയാസത്തിൽ നിന്ന് അല്ലാഹു തആല അവർക്ക് ആശ്വാസം നൽകി. അപ്പോൾ ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണോ ഒരു നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന രഹസ്യമായിട്ട് റബ്ബും ഞാനും അറിയുന്ന ഒരു നന്മ എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് എന്ത് ചെയ്യും, അത് ചെയ്താൽ നമുക്ക് ദുരിതം വരുമ്പോൾ അത് വെച്ച് പ്രാർത്ഥിച്ചാൽ റബ്ബ് തമ്പുരാൻ നമുക്ക് എന്ത് തരും, അതിൽ നിന്ന് ആശ്വാസം നൽകുമെന്ന സൂറത്ത് കഹ്ഫ് ഓതുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലൊരു സംഭവം പറയുന്നുണ്ട് അല്ലേ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും ഖിദർ അലൈഹിസ്സലാമും കൂടി ഒരു യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ അങ്ങനെ എത്തി. അവസാനം അവർ ഒരു നാട്ടിലെത്തുകയാണ്. ആ നാട്ടിൽ പൊളിഞ്ഞു വീഴാറായ ഒരു മതിലുണ്ട്. ആ മതിൽ എന്ത് ചെയ്യാണ്, ഖിദർ അലൈഹിസ്സലാം അപ്പോൾ ആ നാട്ടിൽ കുറേ യാത്ര ചെയ്ത് എത്തിയതാണല്ലോ. നാട്ടുകാരോട് ഇത്തിരി വെള്ളം തരി, ഞങ്ങൾക്ക് വിശക്കുണ്ട്, ഇത്തിരി എന്തെങ്കിലും തിന്നാൻ തരി എന്ന് ചോദിക്കുമ്പം നിങ്ങൾ അപരിചിതരാണ്, ഞങ്ങൾ നിങ്ങൾക്കൊന്നും തരൂല, നിങ്ങൾ ഏത് നാട്ടുകാരാ പോയിക്കൊള്ളിയാറിന് അല്ലേ. ഖിദർ അലൈഹിസ്സലാം പൊളിഞ്ഞു വീഴാറായ ഒരു മതിൽ അവർക്ക് പണിത് കൊടുക്കുകയാണ്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കും,
ഒരിത്തിരി വെള്ളം ചോദിച്ചിട്ട്, ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് വെള്ളം തരാത്ത നാട്ടുകാർക്ക് ഞങ്ങൾ മതിലുണ്ടാക്കി കൊടുക്കണം? അതുമല്ല, ഞങ്ങൾ കൂലിയും ആവശ്യപ്പെട്ടിട്ടില്ല, പിന്നെ എന്തിനാ ഞങ്ങൾ ഈ പൊളിഞ്ഞു വീഴാറായോ മതിലുണ്ടാക്കി കൊടുക്കണമെന്ന് ചോദിച്ചപ്പം അവസാനം ഖിദർ അലൈഹിസ്സലാം മൂസാ നബിക്ക് മനസ്സിലാവാത്ത ഈ രഹസ്യമൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ എന്താണ് അത് ഒരു രണ്ട് എത്തിയും കുട്ടികളേതാണ്. ആ മതിലിൻ്റെ അകത്ത് അവർക്കുള്ള കനി, അവർക്കുള്ള നിധിയുണ്ട് അല്ലേ? അത് അവർ പ്രായമായതിനു ശേഷം ആ മതിൽ പൊളിഞ്ഞ് അവർക്ക് ലഭിക്കണം. അവരുടെ വാപ്പ നല്ല അമൽ സ്വാലിഹാത്ത് ചെയ്യുന്ന, അള്ളാഹുവിന് തൃപ്തിയുള്ള ജോലി ചെയ്യുന്ന അമൽ സ്വാലിഹാത്ത് ചെയ്യുന്ന വാപ്പയാണ്. അപ്പം ആ വാപ്പ ചെയ്ത നന്മയുടെ ഫലമായി ആ കുട്ടികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സ്വരൂപിച്ചു കൊടുക്കുകയാണ് ഇത് ആ മതിലിൻ്റെ ഉള്ളിൽ ഈ നിധി. അവർ പ്രായമായതിനു ശേഷം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മതിലുണ്ടാക്കിയത് എന്ന് പറയുന്നത്. അപ്പം നോക്കി നിങ്ങൾ, നമ്മളൊരു അമൽ സ്വാലിഹാത്ത് ചെയ്താൽ അതിൻ്റെ ഫലം ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ മക്കൾക്കും അള്ളാഹു തആല നമ്മളെ മക്കളുടെ ആ ദുരിതത്തിൽ നിന്നും അള്ളാഹു തആല കരകയറ്റും എന്നത് ആ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? തെറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ രംഗവും ഒരുമിച്ച് കൂടിയ ഒരു രംഗമാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം അല്ലേ? അവസാനം കൊണ്ടുപോയി അസീസ് രാജാവിൻ്റെ ഭാര്യ ജയിലിലടക്കാണ്. ജയിലിലടച്ചിട്ട് മാത്രമല്ല, വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് അല്ലേ? ആകർഷിച്ച് വിളിക്കുന്നുണ്ട് വേണ്ടാവൃത്തി ചെയ്യാൻ വേണ്ടി. അപ്പോഴും അതിൽ നിന്നൊക്കെ കൊതരിച്ചാടി പോവുകയാണ് ആര്? ആ നേരത്ത് യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മ, പടച്ചോനെ ഈ പെണ്ണുങ്ങൾ എന്നെ വിളിക്കണേക്കാട്ടിലും എനിക്ക് ഏറ്റവും ഇഷ്ടം പടച്ചോനെ ജയിലറയാണ് പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാം. അപ്പം തെറ്റുകൾ ചെയ്യാനുള്ള എല്ലാ രാജകീയമായ സൗകര്യം ലഭിച്ചിട്ട് പോലും ആ തെറ്റിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്നതാണ്. അപ്പം ഇതൊക്കെ എന്തിനാപ്പം നമ്മളിങ്ങനെ പറയുന്നത്? നമ്മളൊക്കെ ഏതൊരു സംഗതിയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചുറ്റുപാടുകളൊക്കെ നമുക്കും വരും അല്ലേ? രഹസ്യമായി ദാനം കൊടുക്കേണ്ട രംഗം വരും, പിന്നെ അതേപോലെ തെറ്റ് ചെയ്യാനുള്ള രംഗങ്ങൾ വരും. അപ്പം അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? തെറ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങളൊക്കെ എന്നും കേൾക്കുന്ന ഒരു കവിത ഉണ്ട്. ഇവിടെ അറബികളൊക്കെ ഇങ്ങനെ പാടുന്ന ഒരു പാട്ടുണ്ട്, പാടാൻ എനിക്കറിയില്ല. ആർക്കും അറിയാം? ഫഹല്ലക സിറുൻ, ആ പാട്ട് കേട്ടില്ല നിങ്ങൾ മൊബൈലിലൊക്കെ? ഹല്ലക സിറുൻ ഇൻദല്ലാഹ്, എന്താണ് ആ പാട്ട്? ആർക്കും അറിയില്ല? നിങ്ങളൊരു അറബി പാട്ടും കേൾക്കല്ലേ? ആ കേൾക്കണം. അറബികൾ എപ്പോഴും പാടും ഇത്. ഒരു ചെറിയ കുട്ടി ഇങ്ങനെ പാടുന്നതാണ്. എന്താണ് മലക്ക് ഫത്തിയോ എന്തോന്നാണ് അതിൻ്റെ, എന്തോ ആവട്ടെ. ഫഅല്ലക സിറുൻ ഇൻദല്ലാഹ് ബൈനക അൻത, പിന്നെന്താണ്? ബൈനക അൻത വബൈനല്ലാഹ്, പാടാൻ എനിക്കറിയില്ല. ഹല്ലക സദഖാത്തുൻ തുഖ്ഫി ലാ യഅലമുഹാ ഇല്ലല്ലാഹ് ഖിസസുൻ ലാ തുക്ശഫു ഇല്ലാ ബികിതാബിക ഹീന തറല്ലാഹ് മാ അഹ്റാക ബിഹാദാ അൻ യക്ബറ ഖദ്റുക ഇൻദല്ലാഹ്. അതിൻ്റെ ആശയം എങ്ങനെയാണ്? നിനക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ രഹസ്യമായി ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ അടുത്തുണ്ടോ? എന്തെങ്കിലും ഒരു രഹസ്യം, ഒരു സീക്രസി ഞാൻ ചെയ്തത് റബ്ബിൻ്റെ അടുത്ത് എടുത്തു പറയാൻ നിനക്കുണ്ടോ? അള്ളാഹു ഇജു മാത്രം അറിയണം. ഒരു ഭാര്യയും കുട്ടികളും ആരും അറിയാതെ നീ മാത്രം ചെയ്ത ഒരു നന്മ എന്തെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തിലുണ്ടോ മനുഷ്യ? പിന്നെ പറയാം, വളരെ ഗോപ്യമായി ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സദക്കയുണ്ടോ? അതാര് മാത്രമേ അറിയുള്ളൂ? അള്ളാഹ് മാത്രം അറിയണ ഏതെങ്കിലും ഒരു സദക്ക ഈ 10-60 ജീവിത കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ മനുഷ്യ നിനക്ക്? പിന്നെ നിന്റെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിനെ നീ കാണുമ്പോൾ നിന്റെ എല്ലാ രഹസ്യങ്ങളും എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച ആ രേഖയിൽ മാത്രം വെളിപ്പെടുന്ന എന്തെങ്കിലും ഒരു കഥ നിനക്കുണ്ടോ? ഏതെങ്കിലും ഒരു സദക്ക നിനക്കുണ്ടോ? എങ്കിൽ നീ അള്ളാഹിൻ്റെ അടുക്കൽ നിന്റെ അത്ര പദവിയുള്ള മറ്റൊരു മനുഷ്യൻ ആരും ഉണ്ടാവില്ല. ആലോചിച്ച് നോക്കിയ നിങ്ങൾ, രഹസ്യമായി നമ്മൾ ചെയ്യുന്ന ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തഹജ്ജുദ്. തഹജ്ജുദിൻ്റെ അടുത്ത് ഏതെങ്കിലും മനുഷ്യന്മാരും എനിക്കും വളരെ കുറവൈക്കാരം അല്ലേ? എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങണ നേരാണ്. ആ സമയത്ത് എണീച്ചിട്ട് തഹജ്ജുദ് സ്കെച്ച് അള്ളാഹുമായിട്ടുള്ള ഒരു രഹസ്യം തന്നെയാണത്. അത് എടുത്തു പറയാൻ നാളെ പടച്ചവൻ്റെ മുമ്പിൽ ഏറ്റവും ഉന്നത പദവിയിലേൽക്കുന്ന മനുഷ്യന്മാർ അവരായിരിക്കും എന്നുള്ളത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ രൂപത്തിലുള്ള, ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ ദുനിയാവിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ ലാ തസ്അലന്ന ബനി ആദമ ഹാജത്തൻ വസലില്ലദി അബ്വാബുഹു ലാ തുഅജബൂന അല്ലേ? മനുഷ്യന്മാരോട് ചോദിക്കാൻ നിൽക്കണ്ട. കാട്ടിയ ഇങ്ങനെ കൈയിട്ടണ്ട. എന്താ ചെയ്യേണ്ടത്? ഒരിക്കലും ഗേറ്റുകൾ അടക്കപ്പെടാത്ത ആ അള്ളാഹുവിനോട് ചോദിക്കാം. എങ്കിലും
അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലെന്ന. പടച്ചവനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ പടച്ചവൻ കോപ്പിക്കും. മനുഷ്യന്മാരോട് രണ്ടാമതും മൂന്നാമതും ചോദിച്ച് ഒരട്ടം ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ലാന്ന് പറയും, രണ്ടാമതും മൂന്നാമതും ചോദിച്ചാൽ അവർ ദേഷ്യപ്പെടും. എന്നാൽ അള്ളാഹുവിനോട് ഇങ്ങനെ ആവർത്തിച്ച് അള്ളാഹുവേ അള്ളാഹുവേ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ റബ്ബിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനായി അവൻ മാറുന്ന. പങ്കുടുത്തണോ? സമയമായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ അതൊരു രഹസ്യമാണ് എന്ന് പറഞ്ഞാൽ ഏത് നമ്മുടെ പ്രാർത്ഥന അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു പ്രാവശ്യമല്ല. പഠിച്ചോനെ സ്വർഗം തന്നെ സ്വർഗം തന്നെ ഇതിനെ സ്വലാത്ത് മുസ്തഖീം എത്തിനപ്പം ഇതിനെ സ്വലാത്ത് ഒരിക്കലും പറഞ്ഞാൽ പോരെ, പഠിച്ചോനെ അറിയില്ല ഇപ്പം അത്. അതല്ല, ചോദിച്ച് പിന്നെയും ചോദിക്കുക. ഒരു വട്ടം ആവർത്തിച്ചു ഓക്കെ, പിന്നെയും ആവർത്തിച്ചു. അതിന് അറബി പറയും ഇൽഹാഹ് എന്ന. ഇൽഹായാണ് ചെയ്താൽ പഠിച്ചോനെ ഒരുത്തരും റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനായി അവൻ മാറും. അതുകൊണ്ടാണ് നമ്മളോട് അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതെന്താ? റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന. നമ്മളൊക്കെ പ്രാർത്ഥിക്കണ പ്രാർത്ഥന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന. 3 കാര്യം. പഠിച്ചോനെ ദുനിയാവിൽ നന്മ തരണേ, പരലോകത്തിലും നന്മ തരണേ, ആ നരകശിക്ഷയിൽ നിന്ന് പഠിച്ചോനെ ജിന്നെ കാത്തിരക്ഷിക്കണേന്ന. ഇതാണ് വസയുജന്നബുഹൽ അത്ഖ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്കുണ്ടാവേണ്ട സ്വഭാവം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ വിവരിക്കുന്നത്. നോക്കൂ നിങ്ങളെ, നരകത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അവിടുന്ന് ഏറ്റവും തെന്നി മാറാൻ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്ത ആളുകൾക്കേ ഉണ്ടാവുള്ളൂ എന്ന് അല്ലേ? ആ നന്മ ചെയ്യുമ്പോൾ ഓനെന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് ചെയ്യാനും പാടില്ല. അവിടെ നമുക്ക് ഉണ്ടാവേണ്ട റബ്ബിൻ്റെ പ്രീതി മാത്രം അല്ലേ? ഞാനിപ്പോൾ എന്തിനാ അങ്ങനെ പ്രയാസപ്പെട്ട് ഞാൻ മാത്രം ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പിന്നെ അയാളെങ്ങനെ കൊണ്ടുപോകണ്ടേ? അത് എന്താ മറ്റൊരു കൊണ്ടുവന്നിവിടെ ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഉണ്ടാവും ചിലപ്പോൾ മനുഷ്യന്മാർക്ക്. ഒരിക്കലും ആ ചിന്ത റബ്ബിൻ്റെ പ്രീതി ഈ ശ്വാസം നിറച്ചാൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ പോകുമ്പോൾ അതൊരു എന്തായാലും ഒരു സദക്കയായിട്ട് ഒരു നന്മയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തണം. അതായിരിക്കണം. അതാണ് ഇബ്തിഗാ വജ്ഹില്ല എന്ന് പറയും. ഇനി ആയത്ത് അവസാനിക്കണം നോക്കി നിങ്ങള്. എന്താണ്? വലസൗഫ യർളാ അല്ലേ? വഴിയെ അവൻ തൃപ്തിപ്പെടും. എന്തേ വലസൗഫ പറയാൻ കാരണം? ദുനിയാവിൽ നമുക്ക് തൃപ്തിയൊന്നും കിട്ടൂല. ദുനിയാവിൽ എന്തുണ്ടാവും? ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് പ്രയാസം തന്നെയായിരിക്കും. എത്ര കിട്ടിയാലും കഴിയില്ല അല്ലേ? എന്നും പ്രാരാബ്ദം മുള്ളും കെട്ടും കുപ്പിച്ചില്ലുകളും നിറഞ്ഞതാണ് ദുനിയാവ്. ഒരിക്കലും നമുക്കൊരു ആശ്വാസം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കണ്ട. ഇനി കുറെ പൈസറ്റുകൊണ്ട് ദുനിയാവിൽ രക്ഷ ഉണ്ടാവില്ല, സമാധാനമൊന്നും ഉണ്ടാവില്ല. പൈസക്കാരന് ഏറ്റവും വലിയ അസമാധാനമാണ് ഉണ്ടാവുക അല്ലേ? മാനസിക സംഘർഷം ഉണ്ടാവുക. പണക്കാരനൊന്നും മര്യാദയ്ക്ക് ശ്വാസം അയച്ച് വീടിൻ്റെ അകത്ത് ഉറങ്ങാൻ കഴിയില്ല അല്ലേ? ആലോചിച്ചു. അപ്പൊ പണം ഒന്നുമല്ല അല്ലേ? ഇനി നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കിങ്ങളെ, കുടുംബത്തിൽ കിടക്കണ കുടുംബിനി എങ്ങാനും മർഅത്തുസ്സാലി അല്ലെങ്കിൽ ആ വീടിന്റെ നരകമാണ് റസൂലുള്ളാഹി പറയുന്നത്. ആലോചിച്ചു. 4 സൗഭാഗ്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ കഴിഞ്ഞ ആഴ്ചകളെ ഇവിടെയൊക്കെ കുത്തുബ പറഞ്ഞപ്പോൾ ഔക്കാഫിന്റെ കുത്തുബയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 4 സൗഭാഗ്യങ്ങളിൽ ഒന്നാമത് പറയുന്നത് മർഅത്തുസ്സാലി ആണ് അല്ലേ? ഏറ്റവും സാലിഹത്തായ ഭാര്യ. ആരും ഭാര്യ സാലിഹത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ കുടുംബം നായ നക്കിയ തന്നെ അല്ലേ? അവിടെ ആകെ എല്ലാം കിട്ടും. എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, നിങ്ങൾ കോടികളുടെ ഉടമയായിട്ട് കാര്യമല്ല. ആലോചിച്ചുകൊണ്ട്. രണ്ടാമത്തത് അൽ മസ്കലുൽ വാസിന, വിശാലമായി അന്തിയുറങ്ങാനുള്ള ഒരു പാർപ്പിട ഉണ്ടാവുക എന്നുള്ളത്. അതൊക്കെ നമ്മൾക്ക് ഒരുപാട് ചിന്തിക്കേണ്ടതാണ്. ഈ സമയപ്പതിന് ഉചിതല്ല. അപ്പം ദുനിയാവിൽ എന്തുണ്ടാവും? വലസൗഫ യർളാ, ദുനിയാവിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ മരണത്തിന് ശേഷം പരലോകത്ത് ചെല്ലുമ്പോൾ അവനായിരിക്കും ഏറ്റവും വലിയ സംതൃപ്തൻ. അതുകൊണ്ടാണ് അല്ലാഹു തആല വലസൗഫ, വഴിയെ ഇപ്പോഴല്ല മരിച്ചു നിന്നിട്ട് എന്ത് ചെയ്യും? അവന് സംതൃപ്തനാകും എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പൊ ദുനിയാവിൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഭാവിയിൽ എന്താവും? ഓനെന്താവും? ഏറ്റവും വലിയ സംതൃപ്തനാവും. അപ്പൊ ദുനിയാവ് ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും, പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ടി വരും അല്ലേ? ഒരുപാട് ഭാരങ്ങൾ വഹിക്കേണ്ടി വരും ദുനിയാവിൽ. എന്തൊക്കെ ഭാരം? കുടുംബത്തിന്റെ ഭാരം, മറ്റവരുടെ ഭാരം, സംഘടനാ ഭാരം, ആ ഭാരം, ഈ ഭാരം, എലിയാലൊതുങ്ങാത്ത ഒരുപാട്. പിന്നെ കുറെ രോഗങ്ങൾ, അത് ഇത്, അവിടെ പ്രശ്നങ്ങൾ, ഇവിടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വരും. പക്ഷെ ഇതൊക്കെ അടുത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? വലസൗഫ യർളാ, പരലോകത്ത് ഇങ്ങനെയൊക്കെ അള്ളാഹിന്റെ പ്രീതി ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് വഹിക്കണ ഭാരമായാലും അതിനൊക്കെ പ്രതിഫലം ലഭിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, മുൻഗാമികളായ പണ്ഡിതന്മാർ പ്രവൃത്തി പറഞ്ഞിരുന്നത് പഠിച്ചോനെച്ചിന്റെ ഭാരം ലഘൂകരിച്ചല്ല ദുനിയാവിൽ. കാരണം എന്താ?
എന്താ ചെയ്യേണ്ടത്? ആ ഭാരം താങ്ങാനുള്ള ശക്തി പഠിച്ചോനെ എനിക്ക് തരണ പഠിച്ചോനെ എന്ന് അവര് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഉത്തരവാദിത്തം ഇങ്ങനെ ഒഴിവല്ല വേണ്ടത്. ഉത്തരവാദിത്തം തന്ന് ആ ഉത്തരവാദിത്തം നിറവേറ്റാനുള്ള ശക്തിയും കഴിവും അത് എനിക്ക് തരണേ എന്നാണ് അവര് പ്രാർത്ഥിച്ചത്. എന്താ? ഉത്തരവാദിത്തം നിർവഹിച്ചവർക്ക് നാളെ പരലോകത്ത് വലസൗഫയർവ ഉണ്ടാകുകയുള്ളൂ എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ സഹോദരന്മാർ, മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കഴിഞ്ഞ സമയം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം എങ്ങനെ തവാഫിയാണ് പിന്നെ ഹറമിന്റെ. അപ്പൊ മുന്നിലുള്ള ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കണത്? പഠിച്ചോനെ എന്താണ്? ഒരു മനുഷ്യൻ അയാളുടെ മുന്നിലുള്ള ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, പഠിച്ചോനെ ഇന്നെ തൃപ്തിപ്പെടുന്നുണ്ടോ, ഇജിന്നെ തൃപ്തിപ്പെടുന്നുണ്ടോ പഠിച്ചോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയാണ് അയാൾ. അപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അയാളെ കൊണ്ടിട്ട് ചോദിച്ചു, അല്ല മനുഷ്യ ഇനി പിന്നെ എങ്ങനെയാണ് റബ്ബിനെ പറ്റി എനിക്ക് തൃപ്തിപ്പെടാൻ സാധിക്കുക? അപ്പോ അയാള് ആ മനുഷ്യൻ ചോദിക്കാണ്, ഞാൻ എങ്ങനെയാണ് റബ്ബിനെ പറ്റി തൃപ്തിപ്പെടാൻ? വാന അത്തമന്ന റിള, ഞാൻ പഠിച്ചോന്നല്ലേ റിള ആവശ്യപ്പെടുന്ന കൊതിക്കണ്, പിന്നെ ഞാൻ റബ്ബിനെ എങ്ങനെയാണ് ഞാൻ ഇഷ്ടപ്പെടുക? പിന്നെ റിള ഉണ്ടാവുക? ഇമാം ഷാഫി മറുപടി പറയാണ്, ഇത് ഒരു വിപത്ത് ഉണ്ടാകുമ്പോൾ ആ വിപത്തിൽ സന്തോഷിക്കാൻ, ഒരു നിക്മത്ത് ഉണ്ടാകുമ്പോൾ ആ നിക്മത്തിൽ സന്തോഷിക്കാൻ നിനക്ക് സാധിക്കുന്നത് പോലെ, പിന്നെ ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം പോലെ ഒരു പിന്നെ ദുരിതം വരുമ്പോഴും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്നുള്ളത്. അപ്പൊ പറഞ്ഞു കൊടുക്കണ നോക്കി നിങ്ങള്, പടച്ചോന്റെ തൃപ്തി കിട്ടണമെങ്കിൽ അള്ളാഹ് ഇവിടെ ഒരുപാട് പരീക്ഷണങ്ങൾ തരും ദുനിയാവിൽ, അല്ലേ? പിന്നെ പ്രകൃതി ദുരന്തങ്ങളും യുദ്ധങ്ങളും യുദ്ധക്കെടുതികളും, ഉണ്ടാക്കിയ വീടൊക്കെ നഷ്ടപ്പെട്ടു പോകണം, ഉണ്ടാക്കിയ സമ്പത്തൊക്കെ കച്ചവടത്തിലൂടെ ഒലിച്ചു പോകുന്നതും, അല്ലേ? നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും ദുനിയാവിൽ. അവിടെയൊക്കെ ഇങ്ങനെ നിരാശപ്പെട്ട് നിൽക്കല്ല, മറിച്ച് റബ്ബിന്റെ പരീക്ഷണമാണ്. ആ റബ്ബനിക്ക് ഇതിന് പ്രതിഫലം നൽകും എന്ന് ഒരു വിപത്ത് വരുമ്പോൾ നമുക്ക് എത്രമാത്രം സംതൃപ്തനാവാൻ കഴിയുന്നുവോ എങ്കിൽ ആ നിഅമത്തിന് സംതൃപ്തനാവാൻ കഴിയുന്ന പോലെ വിപത്തുകളിലും പരീക്ഷണങ്ങളുടെ ഘട്ടത്തിലും നമുക്ക് സംതൃപ്തനാൻ കഴിയണമെങ്കിൽ ഓനാണ് വിശ്വാസി എന്നതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആ മനുഷ്യനെ പഠിപ്പിക്കും. അപ്പൊ വലസൗഫയുള്ള അങ്ങനത്തെ ഒരു കാണും പരലോകത്ത് എന്തുണ്ടാവുക? ആ റബ്ബിന്റെ സ്വർഗം ലഭിക്കുമ്പോൾ ഉണ്ടാവുന്ന തൃപ്തി ഉണ്ടാവും. വലസൗഫയുള്ള എന്തുകൊണ്ട് തൃപ്തി എന്നുള്ള പറഞ്ഞിട്ടില്ല, പറയേണ്ട ആവശ്യമില്ല. കാരണം സ്വർഗം കിട്ടി ലഭിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ സംതൃപ്തിയാണ് വലസൗഫയുള്ള. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.